അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധമായ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾപ്പെട്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഈമാൻ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഈമാനിലേക്ക് കടന്നു വരാതെ, അതായത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയാതെ ജീവിക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ദുനിയവിയായ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കുവാനുള്ള വലിയ തൗഫീഖ് നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പം ഈ ഈമാനിനെ സംരക്ഷിച്ച് നിർത്തുവാനുള്ള, ഈമാനിൻ്റെ മാധുര്യം നമുക്ക് രുചിച്ചറിയണമെങ്കിൽ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തത്. കാരണം നാം ദിനേന ഒരുപാട് ദുആകൾ പഠിക്കുന്നുണ്ട്. ഈ ദുആകളൊക്കെ നാം ചെല്ലുമ്പോഴും നമുക്കിതിലൊക്കെ ഒരു ലസ്സത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ വർധനം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ പടച്ച റബ്ബിനോട് നമുക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈമാനിൻ്റെ വർധനവിന് കാരണമാകുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ സവാഅ ത്വരീഖ് വജഅല ലനാ തൗഫീഖ ഖൈറ റഫീഖ്. والصلاة والسلام على من أرسله هداه وبالاهتداء حقيق ونورا به الاقتداء يليق وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله العلي العظيم. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തിനെ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരങ്ങൾ, സഹോദരിമാര്, മുഅ്മിനാത്തുകൾ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെ ഖബറിടങ്ങളും അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം മുഅ്മിനാത്തുകൾ അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, ഇന്നത്തെ പഠന ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹു പടച്ച തമ്പുരാൻ ഈ ദുനിയാവിലേക്ക് നമ്മെ പടച്ചു. അതിൻ്റെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ഈ ഭൂമി ലോകത്ത് പടച്ച റബ്ബ് പലതരത്തിലുള്ള അനുഗ്രഹം നമുക്ക് നൽകി. നമ്മുടെ ശരീരത്തിന് അള്ളാഹു ആഫിയത്ത് നൽകി. നമുക്ക് നല്ല മക്കളെ അള്ളാഹു നൽകി. നമ്മുടെ ഭർത്താവിന് നല്ല ജോലി അള്ളാഹു നൽകി. നമുക്ക് നല്ല സമ്പത്ത് അള്ളാഹു നൽകി. നമുക്ക് നല്ല തൊഴിൽ അള്ളാഹു നൽകി. നല്ല വിദ്യാഭ്യാസം അള്ളാഹു നൽകി. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയവനാണ് ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വവും ഏറ്റവും വിശാലവുമായ അനുഗ്രഹമാണ് ഒരു മുഅ്മിനായി നമ്മെ അള്ളാഹു പടച്ചു, അല്ലെങ്കിൽ മുഅ്മിനായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത്.
അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് എന്ത്? നമുക്ക് ഈമാൻ അല്ലാഹു നൽകി എന്നുള്ളത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഈ നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്താണ്. അപ്പൊ അതിൽ നമുക്കുള്ള ബാധ്യത മരണം വരെ അല്ലാഹു നമുക്ക് നൽകി ഈ ഈമാനിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാത്ത നിധിയായിട്ട് ഈ ഈമാനിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള അള്ളാഹുവിനോട് തിരിച്ചു ചെയ്തു കൊടുക്കേണ്ട നമുക്കുള്ള ബാധ്യത. ആ ഈമാനോടുകൂടി നാം ജീവിച്ച് ഈമാനോടുകൂടി ദുനിയാവിയായ ലോകത്ത് നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ലിഖായിലേക്ക് നമുക്ക് യാത്രയാകണം. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പം എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, ഈ ഈമാൻ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം അറിയുക എന്നുള്ളത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കാരണമാകുന്ന എന്നാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനികമായ വർധനവിന് അത് കാരണമാകും. അങ്ങനെ ഈമാനികമായ വർധനവ് കിട്ടി നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കണം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഈമാനിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നാം അമലുകൾ ചെയ്യുന്നവരാണ്, പല വിധത്തിലുള്ള അമലുകൾ നാം ചെയ്യും. പക്ഷേ ഇതിലൊന്നും നമുക്കൊരു ലദ്ദത്ത് കിട്ടുന്നില്ലേ? നമുക്കൊന്ന് ഖുർആൻ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഓതി വന്നിട്ട് നാം അറിയാതെ ഉറങ്ങിപ്പോകും. നമസ്കാരത്തിലേക്ക് എന്നാൽ പലതരത്തിലുള്ള ചിന്തകളാണ്. ഒരുപാട് നന്മ ചെയ്യണമുണ്ട്, പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല, മടിയാണ്, അലസതയാണ്. അതിനുള്ള കാരണം നമ്മുടെ ഈമാനിൻ്റെ ബലഹീനതയാണ്. ഈമാൻ ശക്തിപ്പെട്ടത് കൊണ്ടാണ് മഹാന്മാരൊക്കെ പാതിരാവിലും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തൊരു മടിയുമില്ലാതെ റബ്ബിൻ്റെ തൃപ്തി കരഗതമാക്കുക. അതുകൊണ്ട് ആ ഈമാനിൻ്റെ മാധുര്യം നമുക്കും ഒന്ന് രുചിക്കേണ്ട പ്രിയമുള്ളവരെ. അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ മാധുര്യം ഒന്ന് രുചിച്ചിട്ട് റബ്ബിലേക്ക് നമുക്കും ഒന്ന് അടുക്കേണ്ട പ്രിയമുള്ളവരെ. അപ്പം അതിനുള്ള ഒരു മനോഹരമായ 3 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നാം നിയ്യത്ത് വെക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയമുള്ളവരാവുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നാം സ്ഥിരമായി കേൾക്കുന്ന ഹദീസാണ്. പല നബിദിനത്തിൻ്റെ സമയങ്ങളിലും നാം മനപ്പാടം പഠിച്ച ഹദീസാണ്. പക്ഷെ ഇത് വളരെ ഗൗരവമുള്ളതാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തും മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയമുള്ളവരാകണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി എന്തും നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹലാലിനെ ഹലാലായി അംഗീകരിക്കാൻ സാധിക്കും, ഹറാമിനെ ഹറാമായി അംഗീകരിക്കാൻ സാധിക്കും. ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതായാൽ ആ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് രുചിക്കാൻ സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാളെ നാം സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം സ്നേഹിക്കുക. അൽ ഹുബ്ബു ഫില്ല, ഒരു വിശ്വാസിയുടെ അടയാളമാണ് അൽ ഹുബ്ബു ഫില്ല. പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക. നാളെ ഖിയാമത്തിന്റെ നാളിൽ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ വിയർപ്പിലിങ്ങനെ മുന്നിത്താന്നുകൊണ്ട് ഓടിക്കൂടുമ്പോൾ ആ പല ഭാഗത്തേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ച റബ്ബുരാന്റെ പാരത്രിക ലോകത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ചില ആളുകൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുത്തു റസൂല് പഠിപ്പിക്കുന്നുണ്ട്. ആ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിച്ചവർ. അതുകൊണ്ട് നമ്മുടെ സ്നേഹം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. നമ്മുടെ സ്നേഹം ഹറാമിന് വേണ്ടിയാകരുത്. നമ്മുടെ സ്നേഹം തെമ്മാടിത്തരങ്ങൾക്ക് വേണ്ടിയാകരുത്. നമ്മുടെ സ്നേഹം മറ്റുള്ളവരെ കുറിച്ച് ഈബത്ത് പറയാൻ, നിമീമത്ത്
ഗൈബത്ത് പറയാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് തിന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ളലാലത്തിന്റെ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാകരുത് നമ്മുടെ സ്നേഹം. മറിച്ച് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാൻ വേണ്ടിയാകണം. അങ്ങനെയുള്ള സ്നേഹം വരുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഉമ്മത്ത് മുഹമ്മദിയയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ഇഷ്ടപ്പെട്ടാൽ, റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നാം ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒരു തിന്മ കണ്ടാൽ നമുക്ക് നിരോധിക്കാൻ സാധിക്കും, ഒരു നന്മ കണ്ടാൽ അത് ചെയ്യുവാനും സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിൻ്റെ മാധുര്യം രുചിക്കാൻ അത് നമുക്ക് കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹു തന്നെ നിന്നെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവിശ്വാസത്തിലേക്ക് നീ മടങ്ങാതിരിക്കുക. അങ്ങനെ അവിശ്വാസത്തിലേക്ക് മടങ്ങുന്നത് തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ നീ വെറുക്കുന്നതാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്ക് പരിശുദ്ധമായി ഇസ്ലാം എന്ന മനോഹരമായ കുടക്കീയിൽ അണിനിരക്കുവാനുള്ള തൗഫീഖ് നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് നാം വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ യുക്തിവാദികളും മതനിരീശ്വരവാദികളും അങ്ങനെ തുടങ്ങി നമ്മുടെ വിശ്വാസത്തിനെ പറിച്ചെറിയുന്ന തരത്തിൽ, അതാണ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, പ്രഭാത സമയത്ത് മുസ്ലിമായി ഭൂമി ലോകത്തേക്ക് കണ്ണു തുറന്നുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്ന മനുഷ്യൻ പ്രദോഷ സമയമാകുമ്പോൾ കാഫിറായി മാറുന്നു എന്ന് പറയുമ്പോൾ ഈ ഹദീസ് ഒരുപക്ഷെ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി തോന്നിയേക്കാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിനോട് നാം ഒന്ന് ചേർത്ത് നോക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, പ്രഭാത സമയത്ത് മുസ്ലിമായി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് മുസ്ലിമായി കണ്ണു തുറന്ന മനുഷ്യൻ അവൻ്റെ സാമൂഹികമായ ജീവിതത്തിലൂടെ പലതരത്തിലുള്ള അള്ളാഹുവിനെ മറന്നു പോകുന്ന പ്രവണതകളിൽ ഏർപ്പെട്ടുകൊണ്ട് വിശ്വാസം വലിച്ചെറിയുന്ന എത്ര പേരാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റുമുള്ളത്. നാം ഒന്ന് പരതി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് ഈ ഈമാൻ, അള്ളാഹു നൽകിയ വിശ്വാസം, നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത് ഒരു മരുഭൂമിയിലൂടെ പറന്നു പോകുന്ന തൂവല് പോലെയാണെന്ന് മുത്ത് റസൂല് പറഞ്ഞപ്പോൾ അതിനുള്ള കാരണം ഏത് ഭാഗത്തേക്കും ആ ഒരു ഖൽബ്, അറബി ഭാഷയിൽ ആ ലുഗത്തിൻ്റെ പ്രയോഗം തന്നെ മാറി മറിയുക എന്നുള്ളതാണ്. ഏതു ഭാഗത്തേക്ക് നമ്മുടെ ഹൃദയം മാറി മറിയും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം പഠിക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകി ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് നാം തീയിലേക്ക് എറിയുന്നതിനേക്കാൾ, നമ്മുടെ ശരീരം തീയിലേക്ക് ഇടുന്നതിനേക്കാൾ വെറുപ്പോടുകൂടി നാം കാരണം നാം അങ്ങനെ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നാളെ പടച്ചറപ്പിൻ്റെ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടം നമുക്ക് ലഭിക്കുകയില്ല. നാം കടക്കേണ്ടത് ഭയാനകരമായ നരകത്തിലേക്കാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മുത്ത് റസൂലും അള്ളാഹുവും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാവുക, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടം വെക്കുക, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് രുചിക്കാൻ സാധിക്കും. അള്ളാഹു അതിനുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.